റേസ് എഡ്യൂക്കേഷന്റെ 18ാമത് വിജയദിന പരിപാടിയിൽ മുഖ്യാതിഥിയായി റിപ്പോർട്ടർ TV കൺസൾട്ടിംഗ് എഡിറ്റർ ഡോക്ടർ അരുൺകുമാർ. കഴിഞ്ഞ വർഷത്തെ നീറ്റ് JEE പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ റേസിലെ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. കോഴിക്കോട് നടന്ന പരിപാടിയിൽ റേസ് എഡ്യൂക്കേഷൻ മാനേജിംഗ് ഡയറക്ടർ രജീഷ് തേറത്ത, ഡയറക്ടർമാരായ രാജേഷ് NM, അഫ്സൽ, ഡോക്ടർ ദിലീപ് ഉണ്ണികൃഷ്ണൻ, നസീർ എന്നിവരും അലുമിനി അസോസിയേഷൻ ഭാരവാഹികളും പങ്കെടുത്തു. അപ്പോൾ ഇനിയാണ് നിങ്ങൾ തീരുമാനിക്കുന്നത് വൈ ഡു യു ബി ഇൻ ദിസ് പ്രൊഫഷൻ എന്ന ചോദ്യമാണ് ആദ്യം എന്നാണ് സൈമൺ ചോദിക്കുന്നത്. വാട്ട് എന്ന ചോദ്യമല്ല. ഇനിയെങ്കിലും നിങ്ങളത് ചോദിക്കണം. ഷഹന് ചോദിച്ചൊരു അഡ്വാൻറ്റേജ്, ചിലപ്പോൾ നിങ്ങൾ ഈ ലോകത്തെ ഇന്ത്യയെ നിങ്ങൾ പുതുക്കിപ്പണിയുന്ന ഏറ്റവും മികച്ച ബ്യൂറോക്രാറ്റ് ആയിരിക്കും നിങ്ങൾ. അങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ കൺസിഡർ ദിസ് മെഡിക്കൽ സയൻസ് ആസ് എ ഡിഗ്രി ഓൺലി, ബട്ട് ദെൻ യു ഗോ ഫോർ യുവർ സിവിൽ സർവീസ് ഓറിയന്റേഷൻ. നിങ്ങൾ ഇതിനോടൊപ്പം ചെയ്യുക. ഇനി നിങ്ങൾ ഇതിനപ്പുറത്തേക്കുള്ള എന്റർപ്രണർ ആയിട്ടാണ് ആഗ്രഹിക്കുന്നത്, റിസർച്ച്, ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ടാണ് ആഗ്രഹിക്കുന്നത്, ആഫ്റ്റർ ദിസ് കോഴ്സ് യു ഓപ്റ്റ് ഫോർ ദാറ്റ്. എല്ലാം നമ്മൾ തീരുമാനിക്കുന്ന പോലെയാണ്. സ്റ്റേജിന്റെ ലെഫ്റ്റ് സൈഡിലൂടെയാണ് പേര് വിളിക്കുന്നതിനനുസരിച്ചിട്ട് സ്റ്റുഡൻസ് ഫ്രണ്ടിലേക്കായിട്ട് സ്റ്റേജിന്റെ താഴെയായിട്ട് വന്നു നൽകാം. നെക്സ്റ്റ് വി ഹാവ് ഷിഹംഷാൻ MP. ഷിഹംഷാൻ MP കൂടിയുണ്ട്. അവരെ കൂടി പെട്ടെന്ന് തന്നെ സ്റ്റേജിലേക്ക് ജോയിൻ ചെയ്യാം. ഷഫ്ന യാസ്മിൻ, IIT മദ്രാസ് BTech. നമ്മുടെ അദ്ദേഹം ഹാൻഡ് ഓവർ ചെയ്യുന്നതായിരിക്കും. ഗിഫ്റ്റ് ഹാൻഡ് ഓവർ ചെയ്യുന്നതിനായിരിക്കും. കൃഷ്ണ, കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്. നല്ലൊരു കൈയടി കൊടുക്കാം. Another round of applause for our chief guest. We have graced the stage with his glorious presence. Thank you so much for being here, sir. എല്ലാ ഡയറക്ടേഴ്സും നമ്മുടെ ഡയറക്ടേഴ്സ് എല്ലാവരും അദ്ദേഹത്തോടൊപ്പം ജോയിൻ ചെയ്യാം. So once again, thank you so much. We are really honored with you. നല്ലൊരു കൈ കൊടുക്കാം. ഒരാളെ എണീറ്റിട്ട് ഞാൻ ഈ ചോദ്യത്തിനുള്ള മറുപടി പറഞ്ഞോട്ടെ. എൻ്റെ അച്ഛൻ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റായിരുന്നു വർക്ക് ചെയ്തത്. മിഡിൽ ക്ലാസ് ഫാമിലി. ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ ഹെൽത്ത് ഇൻസ്പെക്ടറായിട്ട്, പിന്നെ ഹെൽത്ത് സൂപ്പർവൈസറായി, ടെക്നിക്കൽ അസിസ്റ്റൻറ്റ്, അങ്ങനെ ഒരു ഗ്രേഡ് ഉണ്ട്. DMOയുടെ ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് അച്ഛൻ ഏറ്റവും കൂടുതൽ പാഷൻ ആശുപത്രികളായിരിക്കുമല്ലോ. പ്രൈമറി ഹെൽത്ത് കെയർ ആയിരുന്നു അച്ഛൻ്റെ ഒരു ഡൊമൈൻ. അത് ഓൾ കേരള അച്ഛൻ വർക്ക് ചെയ്തിട്ടുണ്ട്, ഫ്രം തിരുവനന്തപുരം ടു മലപ്പുറം. അപ്പോൾ ഞാൻ മിക്കവാറും ഈ പ്രൈമറി ഹെൽത്ത് സെൻ്ററുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ജീവിച്ച ഒരാളാണ്. പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ ക്വാർട്ടേഴ്സിൽ ജീവിച്ചിട്ടുണ്ട്, PHSCയിൽ. അപ്പോൾ അച്ഛൻ്റെ പൊതുവെ ആഗ്രഹം സ്വാഭാവികമായിട്ട് അങ്ങനെ ആയിരിക്കുമല്ലോ, നിങ്ങൾക്ക് ഡോക്ടർ ആവാൻ പറ്റുക എന്നുള്ളത്. അച്ഛൻ്റെ കൂടെയുള്ള മിക്കവാറും കൊളീഗ്സിൻ്റെ മക്കളൊക്കെ ആ സമയത്ത് മെഡിക്കൽ എൻട്രൻസ് വഴി പോയവരാണ്. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവും. SSLCക്ക് നല്ല മാർക്ക് വാങ്ങി, സ്കൂൾ ടോപ്പ് വാങ്ങി. അപ്പോൾ അതിനുശേഷം കോളേജിലേക്ക് പോയി. കോളേജിൽ പക്ഷേ ചെന്നപ്പോൾ കാര്യങ്ങളൊക്കെ തകർന്നു വന്നു. പ്രീ ഡിഗ്രി ആയിരുന്നു അന്ന്. ഞാൻ മലയാളം മീഡിയത്തിൽ നിന്നാണ് പോയത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി മൈ ഇംഗ്ലീഷ് വാസ് വെരി വീക്ക്, എസ്പെഷ്യലി കെമിസ്ട്രി. അതിൽ A.A. തോമസ് എന്ന് പറയുന്ന പണ്ടത്തെ ഞങ്ങളുടെ ഒരു പ്രൊഫസർ ഉണ്ട്. അയ്യോ, ആ A.A. തോമസിൻ്റെ പുസ്തകം പഠിച്ചാണ് കെമിസ്ട്രി ടോട്ടലി എൻ്റെ നിന്ന് എനിക്കത് മനസ്സിലായില്ല സംഭവം എന്താണ് പുള്ളി എഴുതി വെച്ചേക്കുന്നതെന്നും. സോ കഷ്ടിച്ച് കടന്നുകൂടുമായിരുന്നു. അപ്പോഴാണ് മനസ്സിലായത് ഈ പരിപാടി നടക്കുന്ന പരിപാടിയല്ല എന്ന് മനസ്സിലായി. ഞാൻ വളരെ പൊളൈറ്റായിട്ട് വന്ന അച്ഛനോട് പറഞ്ഞു, നടക്കുന്ന പരിപാടിയല്ല, എന്നെ കൊണ്ടത് കഴിയില്ല എന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴും എനിക്ക് എന്താണ് സംസാരിക്കാൻ പറ്റുക, പ്രസംഗിക്കാൻ പോകുമായിരുന്നു. സ്റ്റേറ്റ് ലെവലൊക്കെ വിൻ ചെയ്തിട്ടുണ്ട്, യൂത്ത് ഫെസ്റ്റിവൽ പോയിട്ടുണ്ട്, ഒരുപാട് ക്യാമ്പുകളിൽ പോയിട്ടുണ്ട് ആ സമയങ്ങളിലൊക്കെ. ബട്ട് മൈ ഫീൽഡ് ഈസ് സംതിങ് എൽസ്. രാജീവ് ഗാന്ധി മരിച്ചപ്പോൾ ഞങ്ങളൊരു വലിയ പേപ്പറൊക്കെ ഇറക്കിയിട്ടുണ്ട് ഞങ്ങളുടെ നാട്ടിൽ. പക്ഷെ അപ്പോഴും ജേർണലിസം എൻ്റെ പാഷനാണെന്ന് പറഞ്ഞു തരാൻ പറ്റുന്ന ആൾക്കാരാരുമില്ല. എന്നാൽ ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ അറിയപ്പെടുന്ന ജേർണലിസ്റ്റുകളും ഇല്ല. കുളത്തുപ്പുഴ എന്നൊക്കെ പറയുന്നൊരു സ്ഥലം വളരെ ഇൻറ്റീരിയറായ റിമോട്ടായ ഒരു ഏരിയയാണ് കൊല്ലത്ത് ഏറ്റവും. അത് കഴിഞ്ഞാൽ പിന്നുള്ള റോസ്മലയും സെന്തുരുണിയുമാണ് ഞങ്ങളുടെ വൈൽഡ് ലൈഫ് സാങ്ച്വറികളാണ്. അത് കഴിഞ്ഞാൽ തെന്മല എക്കോ ടൂറിസം, പിന്നെ ആര്യങ്കാവ്, പാലരുവി, ഇത്രയേ ഉള്ളൂ. അപ്പോൾ അവിടെ നിന്ന് വലിയ കാര്യമായ അങ്ങനെ ഒരു എക്സ്പോഷറൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്. അങ്ങനെ വരുമ്പോഴാണ് അഞ്ചൽ സെൻറ്റ് ജോൺസ് കോളേജിൽ പോകുന്നത്. ഫസ്റ്റ് ഇയർ ഓൺവേഴ്സ് ഞാൻ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ക്യാമ്പയിനറായി. ആ സമയത്താണ് ഈ പ്രസംഗിക്കാൻ പോകുന്നതുകൊണ്ട് എനിക്ക് അവിടെ ഏറ്റവും കൂടുതൽ ആരാധനയുള്ളൊരു ചേട്ടനുണ്ടായിരുന്നു. അവിടെ പൊളിറ്റിക്കൽ സയൻസിൽ തന്നെ പഠിച്ചതാണ്.
അപ്പോൾ അയാൾ യൂണിയൻ ചെയർമാനാണ്, അപ്പോൾ നന്നായി സംസാരിക്കും. അപ്പോൾ നമ്മൾ സ്വാഭാവികമായും നമ്മുടെ പിയർ ഗ്രൂപ്പിനെ ഫോളോ ചെയ്യുന്നത്. അങ്ങനെയാണ് പൊളിറ്റിക്കൽ സയൻസ് എന്ന വിഷയം പാഷനാവുന്നത്. പൊളിറ്റിക്കൽ സയൻസിലെത്തുമ്പോൾ സ്വാഭാവികമായിട്ടും സിവിൽ സർവീസ് ഒരു ഓപ്ഷനാണ്. പക്ഷേ സിവിൽ സർവീസ് എന്നുള്ള ഓപ്ഷൻ കാര്യവട്ടം ക്യാമ്പസിൽ എത്തുമ്പോഴാണ്. സോ ഐ ഗോട്ട് ഫസ്റ്റ് റാങ്ക് ഇൻ യൂണിവേഴ്സിറ്റി ഇൻ BA പൊളിറ്റിക്കൽ സയൻസ്. ദെൻ MA കാര്യവട്ടം ക്യാമ്പസിൽ എത്തുമ്പോൾ നല്ലൊരു ഇൻട്രാക്ഷൻ വേണമെങ്കിൽ നിങ്ങൾ നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യും. ശിവം കരക്കൂട്ടിൽ നിന്ന് പോയത് ആ മീറ്റിനോട് ആ